राजस्थान में पानी का संकट है या गुजरात में पानी का संकट है तो लोगों को लगता है कि हाँ यार मुसीबत है। केरल में पानी का संकट ये यहां की सरकार की विफलता का जीता जागता सबूत है। साथियों, एनडीए सरकार नारायण गुरु के उन विचारों पर काम करती है। हमारी प्राथमिकता है गरीब कल्याण और लोक कल्याण। इसलिए लास्ट 10 इयर्स में एनडीए सरकार में जल जीवन मिशन के तहत केरला में 36 लाख से ज्यादा नल से जल कनेक्शन मिले हैं। लेकिन मुझे दुख के साथ कहना है, पूरे देश में जिस गति से जल जीवन मिशन चला है, केरला में यहां की सरकार उतना चलने नहीं दे रही है। वो भ्रष्टाचार की तलाश में होते हैं और इसलिए आज भी केरल में घरों में पीने का पानी का संकट है। अगर हिंदुस्तान में कोई सुनेगा कि राजस्थान में पानी का संकट है या गुजरात में पानी का संकट है तो लोगों को लगता है कि हाँ यार मुसीबत है। केरल में पानी का संकट ये यहां की सरकार की विफलता का जीता जागता सबूत है और मैं गारंटी देता हूं, मैं हर घर नल से जल पहुंचाना चाहता हूं। आप मुझे आशीर्वाद दीजिए। अब इतना कर लीजिए। സുഹൃത്തുക്കളെ, എൻഡിഎ സർക്കാർ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നതാണ്. നമ്മുടെ പ്രത്യേകത പാവങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ ക്ഷേമവുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എൻഡിഎ സർക്കാർ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ 36 ലക്ഷത്തിലധികം പൈപ്പ് കണക്ഷനുകൾ കേരളത്തിൽ നൽകി. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, കേരളത്തിൽ അതിന്റെ വേഗത പോരാ. ഇവിടത്തെ സർക്കാരിന് അതിനൊന്നും താൽപര്യമില്ല. അഴിമതി നടത്തി പണമുണ്ടാക്കാനുള്ള ശ്രദ്ധയിലാണ് അവർ. ഗുജറാത്തിൽ വെള്ളമില്ല, ശരിയാണ്. രാജസ്ഥാനിൽ വെള്ളമില്ല, ആളുകൾ പറയും ശരിയാണ്, അവിടെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ കേരളം അങ്ങനെയാണോ? കേരളത്തില് ജലം ലഭിക്കുന്ന സംസ്ഥാനത്ത് പോലും എല്ലാ വീട്ടിലും വേണ്ട സ്പീഡിൽ വേഗതയിൽ കേന്ദ്രം കൊടുക്കുന്ന പൈസക്കനുസരിച്ച് വെള്ളം എത്തിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇവിടത്തെ ഓരോ വീട്ടിലും പൈപ്പിൽ വെള്ളം എത്തിക്കുമെന്ന് ഇതാ വാഗ്ദാനം നൽകുന്നു. पीएम गरीब कल्याण अन्न योजना से करीब 1 करोड़ 50 लाख लाभार्थियों उनको मुफ्त राशन मिल रहा है। बीजेपी ने संकल्प पत्र में एक गारंटी दी है कि ये योजना अगले 5 साल बढ़ाई जाएगी और आने वाले 5 साल भी मुफ्त राशन मिलता रहेगा। एनडीए सरकार केरला में फिशरीज क्लस्टर्स बनाकर यहां के मछुआरों का जीवन बदलने के लिए काम करेगी। സുഹൃത്തുക്കളെ, ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിലൂടെ കേരളത്തിൽ 1,50 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബിജെപിയുടെ പ്രകടന പത്രികയിൽ ഗ്യാരണ്ടി നൽകിയിരിക്കുന്നു, ഈ പദ്ധതി അടുത്ത 5 വർഷം കൂടി നീട്ടും എന്ന് വെച്ചാൽ ഈ ആളുകൾക്ക് ഈ 5 വർഷം കൂടി സൗജന്യ റേഷൻ ലഭിക്കും. എൻഡിഎ സർക്കാർ കേരളത്തില്
മത്സ്യപ്രവർത്തകരുടെ കൂട്ടായ്മയുണ്ടാക്കി, ഫിഷറീസ് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി ഇവിടത്തെ മത്സ്യപ്രവർത്തകരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. साथियों, आज बीजेपी के शासन में देश तेजी से आगे बढ़ रहा है, लेकिन एलडीएफ, यूडीएफ केरला को पीछे धकेल रहे हैं। एनडीए सरकार केरला और इस क्षेत्र के विकास के लिए जो प्रयास कर रही है, राज्य सरकार उसमें भी बाधा डाल रही है। ये लोग नेशनल हाईवेज के प्रोजेक्ट भी रोकना चाहते हैं, क्योंकि लेफ्ट सरकारों का एक ही कैरेक्टर है, लेफ्ट वालों का एक ही कैरेक्टर है। चाहे वो त्रिपुरा में हो तो भी ऐसा ही करते थे, बंगाल में थे तब भी ऐसा ही करते थे, और केरल में भी जब मौका मिलता है ऐसा ही करते हैं। लेफ्ट वालों का कैरेक्टर क्या है? नथिंग लेफ्ट एंड नथिंग राइट, यानी जहां लेफ्ट का शासन होता है वहां कुछ भी बाकी नहीं रहता और कुछ भी सही नहीं होता। इन्होंने बंगाल को बदहाल बनाया, ये लोग त्रिपुरा में भी ताश दिलाए थे, वही काम ये केरला में भी कर रहे हैं। സുഹൃത്തുക്കളെ, ഇന്ന് ബിജെപിയുടെ ഭരണത്തിൽ രാജ്യം വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ്. എന്നാൽ എൽഡിഎഫും യുഡിഎഫും കേരളത്തെ പിന്നോട്ട് വലിക്കുകയാണ്. എൻഡിഎ സർക്കാർ കേരളത്തിന്റെയും ഈ പ്രദേശത്തിന്റെ വികസനത്തിന്റെയും പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ആവട്ടെ ആ പ്രയാസങ്ങൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കുകയാണ്. ഈ ആളുകൾ ദേശീയ ഹൈവേ നിർമ്മാണ പദ്ധതി പോലും തടസ്സപ്പെടുത്തുകയാണ്. ഇതിനൊരു കാരണമുണ്ട്. ഇത് ഇടതിന്റെ സ്വഭാവമാണ്. ഇതാണ് അവരുടെ സ്വഭാവം. അത് ബംഗാളിലും അങ്ങനെയായിരുന്നു, ത്രിപുരയിലും അങ്ങനെയായിരുന്നു, ഇപ്പൊ കേരളത്തിലും അങ്ങനെയാണ്. എന്താണ് ഇടതിന്റെ സ്വഭാവം? എവിടെയെങ്കിലും ഇടത് ഭരിച്ചാൽ ഇടത്തും ഒന്നും ഉണ്ടാവില്ല, വലത്തും ഒന്നും ഉണ്ടാവില്ല, ഒന്നും ബാക്കിയുണ്ടാവില്ല, ഒന്നും ശരിയാവുകയുമില്ല. അവർ ഭരിച്ച് ബംഗാളിനെ നശിപ്പിച്ചു. അവർ ത്രിപുരയിലും നാശം കൊണ്ടുവന്നു. ഇപ്പോൾ ആ പണി അവർ കേരളത്തിലെടുക്കുകയാണ്. साथियों, आज केरला जैसे शांति प्रिय राज्य में हिंसा अराजकता आम हो गई है। आज केरला में खुलेआम राजनैतिक हत्याएं कराई जाती हैं। कॉलेज के कैंपस तक असामाजिक तत्वों के अड्डे बन गए हैं। सांप्रदायिक सौहार्द को बिगाड़ने वाले एलिमेंट्स को सरकारी संरक्षण मिलता है। हमारे बच्चे तक सुरक्षित नहीं है। സുഹൃത്തുക്കളെ, ഇന്ന് സമാധാനപ്രിയരായ കേരളത്തിൽ അക്രമവും അരാജകത്വവും സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ വളരെ പരസ്യമായി തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു. കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ വരെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിരിക്കുന്നു. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന ശക്തികൾക്ക് സർക്കാർ സംരക്ഷണം ലഭിക്കുന്നു. നമ്മുടെ കുട്ടികൾ വരെ സുരക്ഷിതരല്ല. साथियों, केरला में जनता के पैसों की खुलेआम लूट हो रही है। ये लोग भ्रष्टाचार के नए नए मॉडल लेकर आते हैं। जनता का एवरी सिंगल रुपया लूटना चाहते हैं। कुरुवन्नूर कोऑपरेटिव बैंक स्कैम लेफ्ट की लूट का एक ऐसा उदाहरण है
हर कोई जिससे परेशान है, जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को सीपीएम के लोगों ने पूरी तरह लूटकर कंगाल कर दिया।